ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ, ലീസ് ഫിനാൻസിങ്, ഹൈബ്രിഡ് ഫിനാൻസിങ്, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്, പ്രൈവറ്റ് ഇക്വിറ്റി, വാറൻസ്, കൺവേർട്ടബിൾ ആൻഡ് സോ ഓൺ. ഇത്രയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ലീസ് ഫിനാൻസിങ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് എൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്റ്റ് ആണ്. ആര് തമ്മിലുള്ളതാ? ബിറ്റ്വീൻ ദ ഓണർ ഓഫ് ദ അസറ്റ് ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു അസറ്റ് സ്വന്തമായി വാങ്ങുകയും വാങ്ങിയതിന് ശേഷം അവർ വേറൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യാം. ഇതിനെയാണ് ലീസിങ് എന്ന് പറയുന്നത്. ഇവിടെ ആ ഓണർ എന്ന് പറയുന്ന ആളെന്താ ചെയ്യുന്നത്? അസറ്റ് ഗിവ്സ് ഇറ്റ് ടു ദ യൂസർ ഫോർ എ കൺസിഡറേഷൻ. അസറ്റ് വാങ്ങുന്നത് വേറൊരു വ്യക്തിയാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് വേറൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു കൺസിഡറേഷൻ്റെ ബേസിസിൽ, അതായത് ചെറിയ തുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയതിന് ശേഷം അവർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണർ, ഒറിജിനൽ ഓണറിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലെസ്സർ എന്ന് പറയാം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം. ലെസ്സർ എന്നാണ് പറയുന്നത്. ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ്, ആരാണോ ഈ അസറ്റ് യൂസ് ചെയ്യുന്നത് അയാളെ നമ്മൾ പറയുന്നതാണ് ലെസ്സി എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നതും ആരായിരിക്കാം? ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെസ്സി എന്ത് ചെയ്യണം? ഒരു കൺസിഡറേഷൻ ലെസ്സർക്ക് കൊടുക്കണം. ഈ കൺസിഡറേഷൻ എന്ത് പറയുന്നത്? ലീസ് റെൻ്റൽ എന്ന് പറയുന്നത്. നമ്മൾ വാടക കൊടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു കൺസിഡറേഷനാണ് അവിടെ കൊടുക്കുന്നത്. ഈ ഒരു ലീസ് റെൻ്റൽ എന്ന് പറയുന്ന പീരിയോഡിക്കലായിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാ മാസവും എല്ലാ വർഷവും അങ്ങനെ എന്താണോ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് വെച്ചാൽ കൃത്യമായിട്ട് ആ കൺസിഡറേഷൻ അവിടെ കൊടുക്കണം. ആ ഒരു കാലയളവ് വരെ ആ വ്യക്തിക്ക് ആ അസറ്റ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലീസ് റെൻറ്റും കൊടുക്കുക. കൃത്യമായിട്ട് ഡെഫിനറ്റ് പീരീഡ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ലീസിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് രണ്ട് വ്യക്തികൾ അവ തമ്മിലുള്ള കോൺട്രാക്റ്റ്, ഒരാൾ ഓണറായിരിക്കും, മറ്റയാൾ യൂസറായിരിക്കും. അത് യൂസ് ചെയ്യുന്നതിന് കൺസിഡറേഷനായിട്ട് റെൻ്റൽ കൊടുക്കുന്നുണ്ടാവും, ലീസ് റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സാണ് അവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ മെഷീനറിയിൽ ചെയ്യാനൊന്നും സാധ്യതയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റിലൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു 15-20 ലക്ഷം രൂപ വരുന്ന ഒരു അസറ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും അത് ലീസിനെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒറിജിനലി ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നതിന് പകരമായിട്ട് ബിസിനസ് എൻ്റർപ്രൈസ് എന്ത് ചെയ്യും? ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അവിടെ ലീസിങ് കമ്പനി, അതായത് ലെസ്സർ പർച്ചേസസ് ദ അസറ്റ് റിക്വയർഡ് ബൈ ദ ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ്സിന് വേണ്ടതായിട്ടുള്ള അസറ്റ് പർച്ചേസ് ചെയ്യും. അതിനുശേഷം ആ അസറ്റിന് എന്ത് ചെയ്യും? ലോങ് ടേം ബേസിസിൽ ബിസിനസ് ചെയ്യാനുള്ളവർക്ക്